പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, തൻ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ. അവൻ്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിപ്പിൻ. അവന് പാടുവിൻ, അവന് കീർത്തനം പാടുവിൻ. അവൻ്റെ സകല അത്ഭുതങ്ങളെയും കുറിച്ച് സംസാരിപ്പിൻ. അവൻ്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിപ്പിൻ. യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. സ്നേഹസമ്പന്നനായ ദൈവമായ കർത്താവേ, കൂദാശ് ഏത്ത വചനവിരുന്നിൻ്റെ ഈ 3-ാം ദിവസത്തിൽ നീ ഞങ്ങളെ ചേർത്ത് പിടിച്ച കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം കരേറ്റുന്നു. മണവാട്ടിയായ തിരുസഭയെ മിശിഹാ തമ്പുരാൻ അവസാന ന്യായവിധിക്ക് ശേഷം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്ന സഭാ പ്രതിഷ്ഠ അനുസ്മരിക്കുന്ന ഈ കൂദാശ് ഏത്ത എന്ന കാലഘട്ടം ഞങ്ങൾക്ക് കർത്താവിൻ്റെ 2-ാം വരവിൻ്റെ ഒരുക്കത്തിലായിരിക്കാൻ സഹായിക്കണമേ നാഥ. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഞങ്ങൾ കേൾപ്പിച്ച തിരുവചനത്തിനായി നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഇന്ന് ഈ വചനവിരുന്നിൻ്റെ 3-ാം ദിവസത്തിൽ, അവസാന ദിവസത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളോട് നിന്റെ വചനം പങ്കുവയ്ക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് ബാബു അച്ഛന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അഭിഷിക്തനിലൂടെ തേനിലും മാധുര്യമേറിയ ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ തിരുവചനം നീ ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് ഞങ്ങളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂദാശേത്ത വചനവിരുന്ന് അനേകങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ നീ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഇത് സംഘടിപ്പിക്കുന്ന പൂച്ചട്ടി മാർ പത്രോസ് ശ്ലീഹ പള്ളി വിമൻ യൂത്ത് അസോസിയേഷൻ ഭാരവാഹികൾക്കും അതിന് നേതൃത്വം നൽകുന്ന വൈദികർക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവരെല്ലാം കർത്താവെ നിന്റെ ആത്മാവോട് നിറയ്ക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമായി തീരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും നിന്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. ദൈവമായ കർത്താവെ, പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ അതിപ്രസരത്തിൽ ഞെരുങ്ങി അമർന്നിരിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. നിന്റെ സമാധാന ദൂത് നീ ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദിയോടന്തം ഞങ്ങളോട് കൂടിയിരിക്കണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ ഈശോ മിശിഹായുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു. സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ, ആമേൻ. ത്രിയേക ദൈവ തിരുനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. പൂച്ചട്ടി മാർ പത്രോസ് ശ്ലീഹ പള്ളി ഇടവകയിൽ നിന്നും വിമൻസ് യൂത്ത് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ സഭാ ശുദ്ധീകരണ തിരുനാളിനോടനുബന്ധിച്ച് ഒരു സന്ദേശം നൽകണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ആശംസകൾ അറിയിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യട്ടെ. സഭാ പഞ്ചാംഗമനുസരിച്ച് സഭാ ശുദ്ധീകരണ കാലഘട്ടം ഒരു വർഷത്തിൽ ലിറ്ററിക്കൽ ഇയറിൻ്റെ അവസാന കാലഘട്ടമാകുന്നു. അത് കഴിഞ്ഞ് വരുന്ന സഭാ പഞ്ചാംഗത്തിലെ വർഷത്തിൻ്റെ ആരംഭം എന്ന് പറഞ്ഞാൽ ഈശോ മിശിഹായുടെ ജനനത്തെ കുറിക്കുന്ന സൂബാറ കാലഘട്ടമാകുന്നു. ഈ സഭാ ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ പള്ളിക്കെട്ടിടങ്ങൾ വൃത്തിയാക്കി മോടി പിടിപ്പിക്കുക എന്നതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് സഭയിലെ അംഗങ്ങളാകുന്ന ഈശോ മിശിഹായെ കർത്താവും രക്ഷിതാവുമായിട്ട് അംഗീകരിക്കുന്ന വിശ്വാസി സമൂഹത്തെയാണ്. ആ വിശ്വാസി സമൂഹം വിശുദ്ധരായിട്ട് വിശുദ്ധിയോടെ നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് സഭാ ശുദ്ധീകരണ തിരുനാളിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ആചരിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത്. കാരണം ലോകരക്ഷകനായിട്ടുള്ള മിശിഹായുടെ ജനനം മനുഷ്യഹൃദയങ്ങളിൽ ആവുന്നതിന് വേണ്ടി മനുഷ്യഹൃദയങ്ങളെയും ശുദ്ധിയുള്ളതായിട്ട് കാക്കുവാൻ വേണ്ടിയിട്ട് നമ്മളോട് ഓരോരുത്തരോടും ആവശ്യപ്പെടുന്ന കാലഘട്ടമാണ് സഭാ ശുദ്ധീകരണ കാലഘട്ടം. തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നാം നോക്കുകയാണെങ്കിൽ മറ്റുള്ളവരോടുള്ള ദേഷ്യം, പക, അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ നുരച്ച് പൊന്തി തിളച്ച് മറിഞ്ഞ് കിടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാറ്റിനെയും മാറ്റുവാൻ തക്കവണ്ണം നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു. നമ്മെ കാണുന്നവനായിട്ടുള്ള ദൈവം പുറമോടിയല്ല കാണുന്നത്, നമ്മുടെ ഉള്ളിലേക്ക് കൂടെ അവൻ കാണുന്നുണ്ട്. പള്ളിയിൽ പോകുമ്പോൾ നല്ല ഡ്രസ്സ് ഇട്ടാൽ മുഖത്ത് കുറച്ച് പൗഡറൊക്കെ വാരി പൂശി നടന്നു കഴിഞ്ഞാൽ നാം ഭംഗിയുള്ളവരായിട്ട് തീരുമെന്നൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ അത് പുറമോടി കാഴ്ച മാത്രമാണ്. ദൈവത്തിന് അങ്ങനെയുള്ള കാഴ്ചകളല്ല ആവശ്യമെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഉള്ളങ്ങളെ കഴിയുന്നവനായിട്ടുള്ള ദൈവം അത് നമ്മുടെ ഉള്ളിലേക്കാണ് നോക്കുന്നത്. നാം എത്രമാത്രം വിശുദ്ധിയോടുകൂടെ
ആലോചിക്കുകയും പ്രവർത്തിക്കുകയും അത് മറ്റുള്ളവരുമായിട്ട് പങ്കിടുകയും ചെയ്യുന്നുണ്ട് എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പൗലോസ് ലേഖകൻ്റെ വെളിപ്പാട് എന്ന പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഓരോരുത്തരെയും കാത്തു പരിപാലിക്കുന്ന ദൈവം ഒരു മാലാഖയെ കൊടുത്തിട്ടുണ്ട്, കാവൽ മാലാഖയായിട്ട്. നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതത് സമയത്ത് ദൈവസന്നിധിയിൽ അറിയിക്കുവാൻ അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവം അറിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അതിനാൽ തന്നെ ഉള്ളിൽ നാം പകയും വിദ്വേഷവും വെറുപ്പും ഈർഷ്യയും മറ്റു പല ചിന്തകളും വെച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ ഇതെല്ലാം ദൈവമുൻപാകെ തുറക്കപ്പെട്ട് കിടക്കുകയാണെന്ന് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ നല്ല വിചാരത്തോടെ ദൈവവചനങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ദൈവം പറഞ്ഞ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, കരുതുവാൻ, കൂട്ടായ്മയെ ആചരിക്കുവാൻ, അത് പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ചുമതല നമുക്കൊന്ന് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നാം തന്നെയാണ് ദൈവത്തിൻ്റെ ആലയങ്ങൾ. നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം വസിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം എത്രമാത്രം വിശുദ്ധിയുള്ളതായി തീരണമെന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. ഈശോ മിശിഹാ ദൈവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ അവിടെ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും കണ്ടപ്പോൾ അവരെ മുഴുവൻ പിടിച്ച് പുറത്താക്കിക്കൊണ്ട് എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, അത് നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും പുറത്താക്കുന്നതായിട്ട് നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ആ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കാതെ ഈർഷ്യയും കോപവും പകയും എല്ലാം വെടിഞ്ഞുകൊണ്ട് വിശുദ്ധിയുള്ളവരായിട്ട്, വിനയാന്വിതരായിട്ട്, അനുതാപഹൃദയത്തോടുകൂടെ ദൈവത്തെ കാണുവാൻ, മറ്റുള്ളവരെ കാണുവാൻ, മറ്റുള്ളവരുമായിട്ട് ഇടപെടുവാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. അതെ, ഈ വർഷത്തെ സഭാശുദ്ധീകരണ തിരുനാൾ ഒരു പുതിയൊരു തീരുമാനമെടുക്കുവാൻ, ആ തീരുമാനം പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെ ജീവിതങ്ങളിലൂടെ ഈശോയെ നമുക്ക് സാക്ഷീകരിപ്പാൻ സാധിക്കുമാറാകട്ടെ. ഈശോ മിശിഹാ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ഞാനും എൻ്റെ പിതാവ് ഒന്നായിരിക്കുന്ന പോലെ നിങ്ങളും ഒന്നാകേണ്ടതിന്. അത് പിതാവിനെ തൻ്റെ പ്രവൃത്തിയിലൂടെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതിനായിട്ടുള്ള ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുന്നത് മറ്റല്ല, നമ്മുടെ പ്രവർത്തനത്തിലൂടെ നമ്മുടെ രക്ഷകനായിട്ടുള്ള മിശിഹായുടെ സ്വഭാവത്തെ പുറത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മാത്രമാണ് ശരിയായിട്ട് നമ്മളിലെ വിശുദ്ധി നിറയുന്നതും മറ്റുള്ളവർക്കത് കാണുവാൻ സാധിക്കുന്നതും മറ്റുള്ളവർ ഈശോയെ തിരിച്ചറിയുന്നതും. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, ഇടപെടലിലൂടെ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. ഈ വർഷത്തെ സഭാശുദ്ധീകരണ തിരുനാൾ ഒരു പുതിയ തുടക്കത്തിൻ്റെ, പുതിയ കാഴ്ചപ്പാടിൻ്റെ, പുതിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പൂച്ചട്ടിമാർ പത്രോസ്ലിഹ പള്ളിയിലെ വിമൻസ് യൂത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂദാശേത്ത കൺവെൻഷൻ്റെ മൂന്നാമത്തെ ദിവസം, സമാപന ദിവസമാണിന്ന്. ഇന്ന് നമ്മളോട് ദൈവവചനം സംസാരിക്കുന്നത് ഓർത്തഡോക്സ് സഭയിലെ ഒരു വൈദികനാണ്. കൂത്താട്ടുകുളം വടകരയിലെ സെൻറ്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയിൽ അസിസ്റ്റൻ്റ് വികാരിയായി സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട തോമസ് ബാബു അച്ഛനാണ് ദൈവവചനം സംസാരിക്കുന്നത്. അജീഷ് അച്ഛൻ എന്ന പേരിൽ ഇടവക്കാർക്കിടയിൽ വളരെ പ്രസിദ്ധനായ അച്ഛനാണ് തോമസ് ബാബു അച്ഛൻ. അച്ഛൻ നൽകുന്ന ദൂതിനായി നമുക്ക് കാതോർക്കാം. കർത്താവിൽ വാത്സല്യമുള്ള സ്നേഹമക്കളെ, കുദശിതോ നാളുമായി ബന്ധപ്പെട്ട് വചനാടിസ്ഥാനത്തിൽ ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കുവാൻ വേണ്ടി നാം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നിങ്ങളെ ഓർത്ത് ബലഹീനനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു അവസരമൊരുക്കിയ മാർ പത്രോസ്ലിഹ പള്ളി പൂച്ചട്ടി, അവിടുത്തെ വിമൻ യൂത്ത് അസോസിയേഷൻ, ഇവരെല്ലാവരെയും ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദി പറയുന്നു. കാൽഡിയൻ സഭയുടെ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട് എന്നെ ഇതിലേക്ക് ക്ഷണിച്ച, സ്നേഹപുരസരം ചേർത്ത് പിടിച്ച എല്ലാ നല്ല സ്നേഹിതന്മാർക്കും എൻ്റെ വിനീതമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. സഭയുടെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിരിക്കുന്ന ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ നിന്ന് തിരിച്ചറിയപ്പെടേണ്ട വളരെ വലിയ സത്യം, അത് വചനാധിഷ്ഠിതമായ അടിസ്ഥാനങ്ങളെ ഊന്നിയതാണ്.
വചനത്തിൻ്റെ ആത്മാവാണ് നമ്മിലുള്ള പ്യൂരിറ്റിയെ വർദ്ധിപ്പിക്കുന്നതും പ്യൂരിറ്റിയിലുള്ള ദൈവാനുഭവത്തെ പുറത്തു കൊണ്ടുവരുന്നതിന് കാരണമായി തീരുന്നതും. അതുകൊണ്ട് ഇതൊരു പ്യൂരിറ്റിയുടെ, ഇതൊരു ശുദ്ധീകരണത്തിൻ്റെ, ഇതൊരു നവ്യ അനുഭവത്തിൻ്റെ നിലപാടുകളായി നാം മാറേണ്ട നിമിഷമാണ്. എല്ലാ വർഷവും ഒരു ആചാരം പോലെ, ഒരു അനുഷ്ഠാനം പോലെ ഈ ദിവസത്തെ ക്രമീകരിച്ചു വിടുക എന്നുള്ളത് മാത്രമല്ല, അതിനേക്കാളപ്പുറം നമ്മുടെ ജീവിതത്തിൽ നടക്കപ്പെടുന്ന വിശുദ്ധിയുടെ നിലപാടുമായി ബന്ധപ്പെട്ട് ഈ ദിവസത്തെ കാണുകയും ഈ ദിവസത്തെ ശ്രേഷ്ഠമാക്കി തീർക്കുവാൻ ശ്രമിക്കുകയും ചെയ്യണം. അതിനാധാരമായി നമ്മുടെ വചന ധ്യാനത്തിനു വേണ്ടി ആദിമസഭയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ധ്യാനിക്കാമെന്നത് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 32 മുതൽ 35 വരെയുള്ള ഭാഗങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഈ ചെറിയ ധ്യാന നിമിഷത്തിനു വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്ന വേദഭാഗം. ആദിമസഭ തങ്ങളുടെ വിശുദ്ധിയെ എങ്ങനെ കണക്കാക്കിയോ, ആദിമസഭ ക്രൈസ്തവ സാക്ഷ്യത്തെ എങ്ങനെ നിലനിർത്തിയോ, ഇന്ന് നമുക്ക് എങ്ങനെ നഷ്ടപ്പെട്ടുവോ, ഇതിനെ ഒന്ന് കൂട്ടിത്തുന്നാൻ, ഇതിനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, ഇതിനെ ഒന്ന് ആലിംഗനം ചെയ്യുവാനുള്ള ഒരു വലിയ വിളിയും നിയോഗവുമായാണ് ഞാൻ ഈ ധ്യാനത്തെ കാണുന്നത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ശേഷം, യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഈ ഭൂമിയിൽ നിലനിന്ന അപ്പോസ്തലന്മാരും സഭാപ്പോസ്തലന്മാരും വിശ്വാസികളുടെ കൂട്ടവും അവർ നേരിട്ട പ്രതിസന്ധികളുടെയും സങ്കീർണതകളുടെയും മധ്യത്തിൽ അവരവരുടെ ജീവിതത്തിൻ്റെ നിലപാടുകളെ എങ്ങനെ സൂക്ഷിച്ചു എന്ന് ആദിമസഭയുടെ ദൈവാനുഭവവുമായി ബന്ധപ്പെട്ട് അയവിറക്കാം. പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തിയുടെ കാലഘട്ടം, ഇത് എഴുതുന്നതും ഇത് സാക്ഷ്യമായി പുറത്തു വരുന്നതുമായ കാലഘട്ടം ഏതാണ്ട് AD 65 മുതൽ ഉള്ള കാലഘട്ടമാണ്. AD 65 മുതലുള്ള കാലഘട്ടത്തിൽ നീറോ മുതൽ ഡൈക്ലീഷ്യൻ വരെയുള്ള ചക്രവർത്തിമാർ ക്രിസ്ത്യൻ പെർസിക്യൂഷനെ അഴിച്ചുവിടുന്ന ഒരു ചരിത്രമാണ് ക്രൈസ്തവ സഭയ്ക്കുള്ളത്. ക്രിസ്ത്യാനികളെ നിഷ്ഠൂരം കൊന്നൊടുക്കുന്ന ഒരു തരത്തിലുള്ള ഒരു വർഗീയമായ ഒരു തീവ്രവാദ ബോധമുള്ള ഭരണാധികാരികൾ നിലനിൽക്കുന്ന കാലഘട്ടങ്ങളിൽ ക്രൈസ്തവ സാക്ഷ്യത്തെ ചുട്ടുകൊല്ലുന്ന, നശിപ്പിച്ചു കളയുന്ന ഭരണാധികാരികൾ ക്രിസ്ത്യാനികൾക്ക് നേരെ വാളും കുന്തവുമായി നിൽക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിലും ക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണത്തിലും ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലും തങ്ങളുടെ ജീവിതത്തെ ആഴത്തിൽ പതിപ്പിച്ച് അവർ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിച്ചു, വിശ്വാസത്തെ എങ്ങനെ നിലനിർത്തി, കർത്താവിന് വേണ്ടി എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് ഈ ഭാഗത്ത് പറയുന്നത്. നാം ഞായറാഴ്ച ദിവസങ്ങളിൽ, ശനിയാഴ്ച ദിവസങ്ങളിൽ, വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ദേവാലയത്തിൽ ആരാധനയ്ക്ക് കൂടുന്നത് പോലെയുള്ള ആരാധനയ്ക്ക് കൂടുവാനുള്ള ഒരു സൗകര്യവും ഒന്നുമില്ലാത്തൊരു കാലഘട്ടം, ആരാധനയ്ക്ക് വേണ്ട ആരാധന സാമഗ്രികളില്ലാത്തൊരു കാലഘട്ടം, ആരാധനയ്ക്ക് വേണ്ടിയുള്ള ഇന്നത്തെ പോലെയുള്ള വലിയ ബിൽഡിങ്ങുകളില്ലാത്ത കാലഘട്ടം. ഈ വിശ്വാസ സമൂഹം എങ്ങനെയാണ് തങ്ങളുടെ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചത്? ഈ വിശ്വാസ സമൂഹം എങ്ങനെ ദൈവോന്മുഖമായി ജീവിച്ചു? അതാണ് ഈ വേദഭാഗത്ത് പറയുന്നത്. ഈ വേദഭാഗം അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം ഞാനൊന്ന് അയവിറക്കാമെന്നത്രേ, ഒന്ന് എടുത്തു പറയാമെന്നത്രേ ആഗ്രഹിക്കുന്നത്. 32-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: വിശ്വാസികളുടെ സമൂഹം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. ഏക മനസ്സും ഏക ഹൃദയവും സൂക്ഷിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമായിരുന്നു ആദിമസഭ എന്ന് പറയുന്നത്. ജീവിതത്തിൽ നിലനിൽക്കേണ്ട ഏറ്റവും ധാർമ്മികമായ ഗുണപാഠങ്ങളെയാണ് ഇതാ അപ്പോസ്തല പ്രവൃത്തികളിൽ കൂടി വിശ്വാസികളുടെ സാക്ഷ്യത്തിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും നൽകുന്നത്. ഒരുമയിൽ രൂപപ്പെടുന്ന മനസ്സും ഹൃദയവും, ഐക്യത്തിൽ രൂപപ്പെടേണ്ട മനസ്സും ഹൃദയവും. കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചു, പാപികളെ ചേർത്ത് പിടിച്ചു, രോഗികൾക്ക് സൗഖ്യം നൽകി. അവൻ എങ്ങനെയായിരുന്നുവോ അവൻ്റെ വിശുദ്ധിയുടെ പടവുകളിലേക്ക് ഓരോ സാധാരണക്കാരെയും ചേർത്ത് പിടിക്കുന്ന വളരെ വലിയ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയായിരുന്നു കർത്താവ് ഈ ലോകത്തിൽ ചെയ്തത്. ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഈ ഏക മനസ്സും ഹൃദയവുമായി തീരുവാനുള്ള വിളിയും നിയോഗവുമാണ്. പരിശുദ്ധമായ മാമോദീസായിൽ കൂടി ദൈവരാജ്യത്തിന്റെ ദൈവസഭയുടെ ഭാഗമായി ഒരു മനുഷ്യൻ, ഒരു സ്ത്രീ മാറുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഈ ഏകതയിലേക്കുള്ള പ്രവേശനമാണ്. ഈ ഏക ഹൃദയത്തിലേക്കും ഏക മനസ്സിലേക്കുമുള്ള പ്രവേശനമാണ്.
അതുകൊണ്ട് ഈ ദിവസം നാം ദൈവസന്നിധിയിൽ ഓർക്കപ്പെടേണ്ടത് ദിസ് ഈസ് എ സൈൻ ഓഫ് റെക്കൺസിലിയേഷൻ. ഇത് അനുരഞ്ജനത്തിന്റെ അടയാളമാണ്. നമ്മുടെ ജീവിതത്തിന്റെ പ്യൂരിറ്റിയെ നിലനിർത്തുന്നതിന് വേണ്ടി നാം തിരിച്ചറിയപ്പെടേണ്ടത് അനുരഞ്ജനത്തിന്റെ അടയാളങ്ങളെ മുൻനിർത്തിയാണ്. ഇന്ന് ഒരു ഭവനത്തിൽ 2-3 സഹോദരങ്ങളുള്ളപ്പോൾ സഹോദരങ്ങൾ തമ്മിൽ ഭിന്നതയും അഭിപ്രായ വ്യത്യാസവും ഒന്നും ചേരുവാൻ കഴിയാതെ വണ്ണം, ചേർന്നിരിക്കുവാൻ കഴിയാതെ വണ്ണം മനുഷ്യന്റെ ഭൗതികത വല്ലാതെ വളർന്നു വരുന്നൊരു കാലഘട്ടമാണ്. ഇന്ന് മനുഷ്യൻ ഭൗതികതയിൽ മാത്രം ഊന്നി അവന്റെ ജീവിതത്തിന്റെ ഭൗതികതയാണ് അവന്റെ ജീവിതത്തിന്റെ സകലവും എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ആളുകൾ. കാറ്, വാഹനം, വസ്തു, ബാങ്കിലെ ബാലൻസ്, ഇതിനെയെല്ലാം മുൻനിർത്തി ഇതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഭവം, ഇതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് മാത്രം ചിന്തിച്ച് രക്തബന്ധങ്ങളുടെ വില മറന്നുകൊണ്ട് ആരാധനയ്ക്ക് വേണ്ടി ഓടിക്കൂടുന്ന ജനം തിരിച്ചറിയപ്പെടേണ്ട ഏറ്റവും വലിയ വസ്തുത, ഈ കോവിഡ് കാലം നമ്മുടെ ജീവിതത്തിൽ നാം തിരിച്ചറിയപ്പെടേണ്ടത് നാം ഒരു മുറിയിലേക്ക് ഒതുങ്ങിക്കൂടേണ്ടി വന്നു. നീ ആർജിച്ച സ്വത്തുവകകളെല്ലാം നിന്നിൽ നിന്ന് ദൂരെ മാറി നിൽക്കപ്പെടുന്ന ഒരു കാലഘട്ടമായി ഇത് മാറിയില്ലേ? ഇനിയെങ്കിലും അനുരഞ്ജനത്തിന്റെ അടയാളങ്ങളെ ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ ഭാഗമായി രൂപപ്പെടുത്തുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ? ഇതൊരു വലിയ ചോദ്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, വൈദിക ശ്രേഷ്ഠരെ, ജീവിതത്തിൽ ഞാനും നിങ്ങളും തിരിച്ചറിയപ്പെടേണ്ടത് ആദിമസഭ തങ്ങളുടെ സഫറിങ്ങിന്റെ, തങ്ങളുടെ കഷ്ടതയുടെ, തങ്ങളുടെ നിലവിളിയുടെ, തങ്ങളുടെ ഒറ്റപ്പെടലിന്റെ മധ്യത്തിൽ അവർ ഏക ഹൃദയവും ഏക മനസ്സും സൂക്ഷിച്ചിരുന്ന ജീവിതങ്ങളായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പ്യൂരിറ്റിയെ കുറിച്ച്, ഈ ജീവിതത്തിന്റെ പുനർവിചാരണത്തെക്കുറിച്ച്, വിശ്വാസത്തിന്റെ പുനരാഖ്യാനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ ദിവസത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ച് ചിന്തിക്കപ്പെടേണ്ടത് ഏക ഹൃദയവും ഏക മനസ്സും. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് അനുരഞ്ജനത്തിന്റെ അടയാളമായി ഒന്നാമതായി നാം കണക്കാക്കണം. രണ്ടാമത് ഈ വേദഭാഗം പറയുന്നത് വിശ്വാസികൾ തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. തനിക്കുള്ളതെന്ന് ആരും സ്വന്തമെന്ന് ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണ്? അവരവരുടേതെന്ന സ്വകാര്യത ഇല്ലാതെ ജീവിക്കപ്പെടുന്ന ഒരു വലിയ അനുഭവം. ഇതൊരു സഹനമാണ്, ഇത് സഹനത്തിന്റെ അടയാളമാണ്. അതുകൊണ്ട് എനിക്ക് രണ്ടാമത് ഓർപ്പിക്കാനുള്ള വലിയ അടിസ്ഥാനം, ദിസ് ഈസ് എ സൈൻ ഓഫ് പെയിൻഫുൾ ജേർണി. ഇത് ജീവിതത്തിന്റെ സഹന വഴികളെ തീരുമാനിക്കുന്ന ഇടമാണ്. അനുരഞ്ജനത്തിന്റെ അടയാളങ്ങളുടെ ഇടങ്ങൾ ഇത് സഹന വഴികളെ തെരഞ്ഞെടുക്കുന്ന ഇടങ്ങളായി മാറും. ഇന്ന് ആർക്കു വേണ്ടി സഹനം ഏറ്റെടുക്കുന്നു? നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ വഴിയോരത്തേക്ക് വലിച്ചെറിയുന്ന മാതാവിന് ഈ കുഞ്ഞിന്റെ പേരിൽ സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ കഴിയുന്നുണ്ടോ? മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ഇടവ വിശ്വാസികൾ, സമൂഹം, ഇവരെല്ലാം ജീവിതത്തിന്റെ വേദനയിൽ നിന്ന് വേദനകളിലേക്ക് നടന്നു നീങ്ങുമ്പോൾ നമ്മുടെ സഹന അടയാളങ്ങളൊക്കെ എവിടെ പോയിരിക്കുന്നു? വിശ്വാസികളുടെ സമൂഹമേ, ദൈവസന്നിധിയിൽ ഞാനും നിങ്ങളും ഓർത്തിരിക്കപ്പെടേണ്ട ഏറ്റവും വലിയ വസ്തുത, എനിക്ക് വേണ്ടിയവൻ കുരിശിൽ മരിച്ചു എന്നുള്ളതാണ്. എനിക്ക് വേണ്ടിയവൻ കുന്തങ്ങളാൽ കുത്തുകൾ ഏറ്റു എന്നുള്ളതാണ്. എനിക്ക് വേണ്ടിയവൻ ചമ്മട്ടികളാൽ അടികൾ ഏറ്റു എന്നുള്ളതാണ്. എനിക്ക് വേണ്ടിയവന്റെ വസ്ത്രം വലിച്ചു കീറി കളഞ്ഞു എന്നുള്ളതാണ്. എനിക്ക് വേണ്ടിയവൻ കാടി കുടിച്ചു എന്നുള്ളതാണ്. അവൻ ഏറ്റെടുത്തോളം സഹനം അതാരേറ്റെടുത്തു? അവൻ ഏറ്റെടുത്തോളം വേദന അതാരേറ്റെടുത്തു? അവൻ ഏറ്റെടുത്തോളം നിന്ന അതാരേറ്റെടുത്തു? അവൻ ഏറ്റെടുത്തോളം ഒറ്റപ്പെടൽ അതാരേറ്റെടുത്തു? ആദിമസഭ തങ്ങളുടെ ജീവിതത്തിൽ അവരവരുടേതെന്ന് ആരും ഒന്നും ചിന്തിക്കുന്നില്ല. അവരവരുടേതായി ഒന്നും ചിന്തിക്കുന്നില്ല. ഇതൊരു സഹനപൂർവമായ വേദനാജനകമായ നിലപാടുകളെ ജീവിതത്തിൽ സ്വന്തമായി ആർജിക്കപ്പെടുന്ന ആധ്യാത്മികതയാണ്. കുരിശിന്റെ ആധ്യാത്മികത സഹനങ്ങളുടെ ആധ്യാത്മികതയാണ്. കുരിശിന്റെ ആധ്യാത്മികത വേദനയുടെ ആധ്യാത്മികതയാണ്. കുരിശിന്റെ ആധ്യാത്മികത ഒറ്റപ്പെടലിന്റെ ആധ്യാത്മികതയാണ്. നീറോ ചക്രവർത്തി പട്ടണത്തിന് തീവച്ചതിന് ശേഷം ക്രിസ്ത്യാനികളുടെ പേരിൽ ഒറ്റിക്കൊടുത്തിട്ട് ക്രിസ്ത്യാനികളെ ചുട്ടുകൊല്ലാൻ ശ്രമിക്കപ്പെടുമ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിൽ, കുരിശിന്റെ മാർഗത്തിൽ, കുരിശിന്റെ വേദനയിൽ അത് ആഴത്തിൽ വിശ്വസിച്ച ഈ ആദിമ സഭ അവർ തിരിച്ചറിയപ്പെടുകയാണ്. അവർക്ക് അവരുടേതായി ഒന്നുമില്ല. അവർക്ക് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി ഒന്നുമില്ല. ഈ ദിവസം ദൈവസന്നിധിയിൽ എൻ്റെ മാതാപിതാക്കളും സഹോദരൻ കുഞ്ഞുങ്ങളും വിശ്വാസികളും
പൂച്ചട്ടിയിലെ എനിക്ക് വളരെ അതിശയമായി തോന്നിയ ഒരു പേരാണ് പൂച്ചട്ടി. മനോഹരമായ പൂച്ചട്ടി. അതിനോട് തന്നെ സമാനമായി നമ്മുടെ ജീവിതങ്ങളും ആ പ്രദേശവും ദേവാലയവും ഒക്കെ മാറപ്പെടേണ്ട ഒരു ആധ്യാത്മികതയിൽ ജീവിതത്തിന്റെ പെയിൻഫുൾ ജേണി, സഹനപൂർവമായ ഇടങ്ങളിൽ സ്വകാര്യതകളെ മറിച്ചിടപ്പെടുന്ന ഏറ്റവും വലിയ അനുഭവമാണ്. ഞാൻ 2 കാര്യം ഓർപ്പിച്ചു. ഒന്ന്, ഞാൻ പറഞ്ഞു ഇത് അനുരഞ്ജനത്തിന്റെ അടയാളമായി മാറണം ഈ ദിവസങ്ങൾ. 2 പറഞ്ഞു ഇത് സഹനങ്ങളുടെ അടയാള ദിനങ്ങളായി മാറണം. ഇനി ഈ വേദഭാഗം തന്നെ പറയുന്ന മറ്റൊരു സാക്ഷ്യം, അപ്പോസ്തലന്മാർ അതീവ ശക്തിയോടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു. ഈ വേദനകളും സഹനങ്ങളും പീഡനങ്ങളും ഒക്കെ നിലനിൽക്കുന്ന കാലഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞാൽ, ഞാനതിനെ പീഡനത്തെ ഇച്ചിരി കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അപ്പോഴാണ് ഈ സാക്ഷ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നത്. ഒരുവൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞാൽ അവനെ ഏത് വിധേനയും ഭരണാധികാരികൾക്ക് കൊല്ലാം. അവരെ കൊല്ലുന്ന മാർഗങ്ങൾ 1-2 ഞാൻ പറയാം. ഒന്ന്, ഇവരുടെ ശരീരത്തൊക്കെ തുണി ചുറ്റിയതിനു ശേഷം രാജാക്കന്മാർ തങ്ങളുടെ ഉത്സവങ്ങൾക്കൊക്കെ കാണാൻ കൂടുന്ന ഇടങ്ങളിൽ എണ്ണ ഒഴിച്ചിട്ട് ശരീരത്തെ തീ കൊടുത്തി പ്രകാശമയമാക്കി തീർക്കും. ആരെ? ക്രിസ്ത്യാനിയെ. 2, വലിയ മൃഗങ്ങൾക്ക്, മാംസം ഭക്ഷിക്കുന്ന മൃഗങ്ങൾക്ക് വേണ്ടി ക്രിസ്ത്യാനിയുടെ ശരീരം മൃഗത്തിന്റെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊടുക്കും. മൃഗഭോജികൾ, ഈ മനുഷ്യ മാംസം ഭക്ഷിക്കുന്ന മൃഗങ്ങൾ ശരീരം കടിച്ച് കീറി കൊന്നുകളയും. ശരീരത്തിൽ മറ്റ് മൃഗങ്ങളുടെ തോല് ചുറ്റി പെരുവെയിലത്തെടുത്തിടും. അങ്ങനെ അസ്ഥിയൊടിഞ്ഞും മാംസം മറ്റ് മൃഗങ്ങൾ ഭക്ഷിച്ചും എണ്ണയൊഴിച്ചു കത്തിയും തീർന്ന ക്രിസ്ത്യാനികൾക്ക് പ്രത്യേകിച്ച് ന്യായപീഠങ്ങളിൽ നീതിയൊന്നുമില്ല. ചെല്ലുന്നതെല്ലാം ന്യായാധിപനെ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള നീതിയാണ്. നോർത്ത് നോക്കി, നീതിയും ന്യായവും ജീവിതത്തിന് സഹനങ്ങളും ബുദ്ധിമുട്ടുകളും മരണവും മാത്രം മുന്നിൽ നിൽക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, ഈ ശുദ്ധീകരണ ദിവസം ആദിമസഭയിൽ കൂടി ദൈവവചനം ഓർപ്പിക്കുന്നു. അപ്പോസ്തലന്മാർ അതിശക്തിയായി കർത്താവിന്റെ സാക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. എൻ്റെ പ്രിയ മാതാപിതാക്കളെ, ദിസ് ഈസ് എ സൈൻ ഓഫ് പ്രൊക്ലമേഷൻ ഓഫ് ഗോസ്പൽ. ഇത് ദൈവവചനത്തിൻ്റെ പ്രൊക്ലമേഷൻ ചെയ്യുന്ന സമയമായി തന്നെ നാം തിരിച്ചറിയപ്പെടണം. വചനത്തിൻ്റെ ആധികാരികതയെ, വചനത്തിൻ്റെ ആത്മാവിനെ, വചനത്തിൻ്റെ ബലത്തെ, ആരാധനയുടെ നവ്യാനുഭവങ്ങളെ അധികം ആധികാരികതയോടുകൂടി എടുക്കാൻ ഓരോ വിശ്വാസ സമൂഹവും തയ്യാറായിത്തീരുന്ന ശ്രേഷ്ഠമായ ദിനങ്ങളായിത്തീരണം. നമ്മളെല്ലാം വളരെ ലക്ഷോറിയസ് ലുക്കിലാണ് ആരാധനയ്ക്ക് വരുന്നത്. ഇന്ന് ആർക്കും വസ്ത്രത്തിന് കുറവില്ല, ആർക്കും ഭക്ഷണത്തിന് കുറവില്ല, ആർക്കും സഞ്ചരിക്കുന്നതിന് വാഹനങ്ങൾക്ക് കുറവില്ല. എല്ലാവരും അവരവരുടെ പ്രൗഢിയിൽ നിന്ന്, അവരവരുടെ ആർഭാടങ്ങളിൽ നിന്നാണ് ആരാധനയ്ക്ക് വരുന്നത്. എന്നാൽ ആദിമസഭയിൽ ആരാധനയ്ക്ക് വന്നിരുന്ന ജനങ്ങൾ തങ്ങളുടെ ബുദ്ധിമുട്ടിലും പട്ടിണിയിലും ജീവിതത്തിന്റെ ദാരിദ്ര്യങ്ങളിൽ നിന്ന് ആരാധനയ്ക്ക് വന്നവരാണ്. അവരെക്കുറിച്ചാണ് പറയുന്നത്, അവർ കർത്താവിന്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞവരായിരുന്നു. കർത്താവിന്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞവരായിരുന്നു. അതുകൊണ്ട് ഈ വിറ്റ്നസ്, സാക്ഷ്യം, അത് പ്രൊക്ലൈം ചെയ്യണമെങ്കിൽ ഈ വചനത്തിന്റെ മർമ്മം നമ്മൾ രൂപപ്പെടണം. കൗതാശികമായ ദൈവാനുഭവങ്ങളെ ആഴത്തിൽ ഉൾക്കൊള്ളുവാനുള്ള ഒരു തയ്യാറെടുപ്പുണ്ടാകണം. എല്ലാവരും കുർബാന കൊള്ളുന്നല്ലോ, ഞാനും കുർബാന കൊണ്ടേക്കാം. മാസത്തിൽ ഒരു ദിവസമെങ്കിലും കുർബാന കൊണ്ടില്ലെങ്കിൽ എൻ്റെ അപ്പുറത്തെ വീട്ടുകാർ എന്ത് ചിന്തിക്കും? അല്ലെങ്കിൽ ഭർത്താവ് എന്ത് ചിന്തിക്കും? ഭാര്യ എന്ത് ചിന്തിക്കും? കുഞ്ഞുങ്ങൾ എന്ത് ചിന്തിക്കും? കുർബാന അനുഷ്ഠിക്കുന്ന വൈദികൻ എന്ത് ചിന്തിക്കും? ഇതാണ് നമ്മുടെ മാനിഫെസ്റ്റോ. എന്നാൽ മനഃപൂർവ്വമായി സാക്ഷ്യത്തിൻ്റെ അടയാളമായി ഞാനിതിനെ എൻ്റെ ജീവിതത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്നുണ്ടോ? വചനത്തിൻ്റെ ആത്മാവിൻ്റെ ദൃഷ്ടിയിൽ എൻ്റെ ജീവിതങ്ങളെ ബലപ്പെടുത്തുന്നുണ്ടോ? ഇന്ന് മനുഷ്യന് ആവശ്യം വേണ്ടത് ഈ സമ്മാനങ്ങളുടെ സുവിശേഷമാണ്. പ്രാർത്ഥിച്ചാൽ ഭവനം മുഴുവൻ സമ്മാനം വരണം, പ്രാർത്ഥിച്ചാൽ ഭവനം ഉണ്ടാവണം, പ്രാർത്ഥിച്ചാൽ കാറുകൾ ഉണ്ടാവണം, പ്രാർത്ഥിച്ചാൽ ഞൊടിയിടയിലെല്ലാം ഉണ്ടാവണം.
പ്രോസ്പിരിറ്റി ഗോസ്പൽ വല്ലാതെ വളർന്നിരിക്കുമ്പോൾ മനുഷ്യൻ അറിഞ്ഞോ അറിയാതെയോ അതിലേക്ക് എങ്ങനെ ഓടാൻ വെമ്പൽ കൊള്ളുകയാണ്. എന്നാൽ സഹനങ്ങളുടെ സുവിശേഷവും സഹനങ്ങളുടെ സാക്ഷ്യവും ഏറ്റെടുത്ത് കർത്താവിനെ പ്രതി ജീവിക്കുവാൻ ആർക്ക് കഴിയും? ഞാൻ അവസാനിപ്പിക്കട്ടെ. ഞാൻ 3 കാര്യമാണ് നിങ്ങളുടെ മുന്നിൽ വെച്ചത്. ഒന്ന്, ഞാൻ പറഞ്ഞു നമ്മുടെ ജീവിതത്തിലെ അനുരഞ്ജനത്തിൻ്റെ അനുഭവം. രണ്ടാമത് ഞാൻ ഓർപ്പിച്ചു സഹനങ്ങളുടെ മധ്യേ ജീവിച്ച കർത്താവിനെ സഹനപൂർവ്വം സ്വീകരിക്കുവാനുള്ള ഒരു വിശ്വാസിയുടെ കടമയും ഉത്തരവാദിത്വവും. 3, ഞാൻ പറഞ്ഞു വചനങ്ങളുടെ സാക്ഷ്യത്തെ ജീവിതത്തിൽ താലോലിക്കാനും കർത്താവിൻ്റെ സന്നിധിയോട് കൂടെ ചേർന്ന് ജീവിക്കുവാനും നമുക്കെല്ലാവർക്കും ഒരുങ്ങാം. ഈ കുദാശിത്തോ വാരം നമ്മുടെ ജീവിതം അങ്ങനെ ശ്രേഷ്ഠമായി തീരട്ടെ എന്ന് വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. എന്നെ ഈ മീറ്റിങ്ങിൽ ഇത്തരത്തിൽ ക്രമീകരിച്ച, എന്നെ ക്ഷണിച്ച എൻ്റെ സ്നേഹിതർക്കും എന്നെ ഇതിലേക്ക് സ്വീകരിച്ച സഹോദരി സഹോദരന്മാർക്കും എല്ലാവർക്കും, പ്രത്യേകിച്ച് കാൽവിയൻ സഭയുടെ അഭിമന്യ തിരുമേനിമാർ, ഞാൻ ഒത്തിരി സ്നേഹിച്ചിരുന്ന കാലയവനിക്കുള്ളിൽ അപ്രത്യക്ഷനായ ഭാഗ്യസ്മരണീയനായ പൗലൂസ് മാർ പൗലൂസ് തിരുമേനി, എല്ലാവരോടും സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇന്ന് നാം സഭയായി സഭാ ശുദ്ധീകരണ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. കോവിഡ്-19 പശ്ചാത്തലത്തിൽ ഒന്നിച്ചു കൂടുവാനോ കാണുവാനോ തിരുനാൾ ആഘോഷിക്കുവാനോ സാധിക്കാതെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളുമായി സംവദിക്കാൻ കിട്ടിയ സമയം സഭാ ശുദ്ധീകരണ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഏകുകയാണ്.
ആരാധനാക്രമ മത്സരത്തിൻ്റെ അവസാന കാലഘട്ടത്തിലൂടെ നാം കടന്ന് സുഭാറയുടെ, അതായത് നല്ല വർത്തമാനത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്കാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. സഭാപിതാക്കന്മാർ ഈ കാലഘട്ടത്തിൽ സഭയും ഈശോയുമായിട്ടുള്ള ബന്ധത്തെയും നാമും സഭയും ഈശോയുമായുള്ള ബന്ധത്തെയും പറ്റിയാണ് പ്രാർത്ഥനായാമങ്ങളിലൂടെ നമ്മെ കടത്തിക്കൊണ്ടുപോകുന്നത്. സഭ എന്താണെന്നും സഭയിലൂടെ നാം എങ്ങനെയാണ് ഈശോയുടെ മക്കളായിത്തീരുന്നതെന്നും തുടർന്ന് കർത്താവിൻ്റെ രണ്ടാം വരവിൻ നാളിൽ നാം ഈശോയോടുകൂടെ സ്വർഗരാജ്യത്തിൽ ആയിത്തീരുന്നതിനെ കുറിച്ചും പ്രതിപാദിക്കുകയാണ് ഈ കാലഘട്ടത്തിലെ പ്രാർത്ഥനകളോടെ നാം കടന്നു പോകുന്നത്. സഭാശുദ്ധീകരണ സമയത്ത് ദേവാലയമാകുന്ന നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരിച്ച് ഈശോയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മിലുള്ള പ്രകാശത്തെ മറ്റുള്ളവർക്ക് കാണുവാൻ, ഈശോയെ നമ്മിൽ ദർശിക്കുവാനായിട്ട് സാധിക്കട്ടെ. അതിനായിട്ടായി നമുക്ക് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. വിമൻ യൂത്ത് അസോസിയേഷൻ നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. നിങ്ങളുടെ പ്രവർത്തനം ദൈവത്തിന് മുമ്പിൽ അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാൾ എല്ലാവർക്കും കൃപയുടെയും അനുഗ്രഹത്തിൻ്റെയും നിറവായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സഭയായി ശുദ്ധീകരണ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണല്ലോ ഇന്ന്. ഇന്നേ ദിവസത്തിൽ പൂച്ചട്ടിമാർ പത്രോസ്ലീഹ പള്ളി വിമൻ യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കൂദാശിത്ത വചന വിരുന്നിൽ ആശംസകൾ അർപ്പിക്കുവാൻ എന്നെ ക്ഷണിച്ചതിന് ആദ്യമേ നന്ദി പറയുന്നു. ഈശോ അനീതിക്കും അക്രമത്തിനുമെതിരെ ശക്തമായി യെരുശലേം ദേവാലയത്തിൽ പ്രതികരിച്ചതിൻ്റെയും ദേവാലയം ശുദ്ധീകരിച്ചതിൻ്റെയും ഓർമ്മയ്ക്കായാണ് സഭാ ശുദ്ധീകരണ തിരുനാൾ ആഘോഷിക്കുന്നത്. നമ്മുടെ സ്വയ ശുദ്ധീകരണം തന്നെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ശുദ്ധീകരണവും പ്രവൃത്തികളുടെ ശുദ്ധീകരണവുമാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായത്. സോപ്പും വെള്ളവും ഒന്നുമല്ല ഈ ശുദ്ധീകരണത്തിന് ആവശ്യം. പ്രാർത്ഥനയും നന്മ ചെയ്യുവാനുള്ള ഒരു മനസ്സുമുണ്ടായാൽ തന്നെ അത് ധാരാളമാണ്. ഇതുപോലുള്ള വചനവിരുന്നുകൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനങ്ങൾ വരുത്തുവാൻ സാധിക്കുന്നവയാണ്. ഇതിനുവേണ്ടി പ്രയത്നിച്ച് ഇതുപോലുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയ പൂച്ചട്ടി വിമൻ യൂത്ത് അസോസിയേഷനെ എൻ്റെ പേരിലും കേന്ദ്ര വിമൻ യൂത്ത് കമ്മിറ്റിയുടെ പേരിലുമുള്ള എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. തുടർന്നും നന്മയുള്ള ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്നും ഇവർക്ക് പിന്നിൽ നിന്നും പ്രവർത്തിച്ച് എല്ലാ സഹായങ്ങളും നൽകുന്ന ഏവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഏവർക്കും കൂദാശേത്ത തിരുനാൾ ആശംസകൾ. പൂച്ചട്ടി മാർ പത്രോസ്ലീഹ ഇടവക വുമൺസ് യൂത്ത് അസോസിയേഷൻ 3 ദിനങ്ങളിലായി നടത്തുന്ന കൂദാശേത്ത വചനവിരുന്ന് ഇടവക അംഗങ്ങൾക്ക് മാത്രമല്ല സഭയിലെ എല്ലാ മക്കൾക്കും അനുഗ്രഹീതമായി തീർന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഈ പ്രതികൂലമായ സാഹചര്യത്തിലും വചനവിരുന്ന് നടത്തിയ നമ്മുടെ ഇടവക വുമൺസ് യൂത്ത് അസോസിയേഷൻ ആശംസാപരവും മാതൃകാപരവുമാണ്. 3 ദിവസങ്ങളിലായി വചനം പങ്കുവച്ച അച്ഛന്മാർക്കും പ്രാർത്ഥന ആശീർവാദങ്ങളോടുകൂടി നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കൂടെ നിന്ന അഭിവന്യ മാർ യോഹന്നാൻ തിരുമേനിക്കും വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകി കൂടെ നിന്ന വികാരി ഫാദർ ഡേവിഡ് അച്ഛനും അസിസ്റ്റന്റ് വികാരി OS ജോസഫ് മാഷനും ഇടവക യൂത്ത് അസോസിയേഷൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും കൂദാശേത്ത തിരുനാൾ ആശംസകൾ നേർന്നുകൊള്ളുന്നു. നന്ദി. കൂദാശിത്ത വചനവിരുന്നിൻ്റെ അവസാന നിമിഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. കൂദാശിത്ത വചനവിരുന്ന് ഇത്രയും ഭംഗിയായി ചെയ്യുവാൻ സാധിച്ചതിനെ ആദ്യമേ ഞാൻ സർവേശ്വരനോടുള്ള നന്ദി കരയറ്റുന്നു. നമ്മുടെ ഈ കൺവെൻഷൻ്റെ ആരംഭം മുതൽ അവസാനം വരെ പൂർണ്ണ പിന്തുണ നൽകിയ നമ്മുടെ ഇടവക വികാരി ഡേവിഡ് അച്ഛനും അസിസ്റ്റന്റ് വികാരി OS ജോസച്ചിനോടുള്ള നന്ദി ഈ സമയം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വചനവിരുന്നിൽ അനുഗ്രഹ സന്ദേശം നൽകിയ ബഹുമാനപ്പെട്ട യോഹന്നാൻ തിരുമേനിയോടുള്ള നന്ദി അറിയിക്കുന്നു. തിരുമേനിക്ക് ദീർഘായുസ്സും ആരോഗ്യവും ഈ നിമിഷം ആശംസിക്കുന്നതിനോടൊപ്പം
ഇനിയും ഒരുപാട് വർഷം നല്ല ഇടയനായി സഭയെ നയിക്കുവാൻ തിരുമേനിക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ വചനവിരുന്നിൻ്റെ ആദ്യ ദിവസം പ്രാരംഭ പ്രാർത്ഥന നൽകിയ കോഴിക്കോട് മാർ തിമത്യോസ് പള്ളിയുടെ വകവികാരി ടിൻഡോ കെ തിമത്തി അച്ഛനോടുള്ള നന്ദി ഈ സമയം അറിയിക്കുകയാണ്. രണ്ടാം ദിനം പ്രാരംഭ പ്രാർത്ഥന നൽകിയ ചെന്നൈ മാർ ഖദ്ദക് പള്ളി അസിസ്റ്റന്റ് വികാരി തിമത്യോസ് ജോയ് ഷമാച്ചിനോടുള്ള നന്ദി ഈ സമയം അറിയിക്കുന്നു. മൂന്നാം ദിനം പ്രാരംഭ പ്രാർത്ഥന നൽകിയ കാച്ചേരി മാർ നർസൈ പള്ളി വികാരി റൂണോ വർഗീസ് അച്ഛനോടുള്ള നന്ദി ഈ സമയം അറിയിക്കുന്നു. മൂന്നച്ഛന്മാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കൂദാശിത്ത വചനവിരുന്നിൽ ആദ്യ ദിനം വചനം നൽകിയത് റൂബിൻ മാത്യു അച്ഛനാണ്. അച്ഛൻ CSI സഭയുടെ മധ്യ കേരള ഭദ്രാസനത്തിലെ ചെങ്ങന്നൂർ അടുത്തുള്ള അങ്ങാടിക്കൽ സെൻറ് തോമസ് ചർച്ചിലെ വികാരി അച്ഛനാണ്. അച്ഛനോടുള്ള നന്ദി ഈ സമയം അറിയിക്കുന്നു. രണ്ടാം ദിനം വചനം നൽകിയത് യാക്കോബായ സുറിയാനി സഭയിലെ ഡോൺ കെ പോൾ ഷമാച്ചനാണ്. അച്ഛൻ ചെന്നൈ ഗുരുകുൽ ലൂതറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥിയാണ്. അച്ഛനോടുള്ള നന്ദി ഈ സമയം അറിയിക്കുന്നു. ഇന്ന് നമ്മോട് കൂടെ വചനം പങ്കുവെച്ച ഓർത്തഡോക്സ് സഭയിലെ കൂത്താട്ടുകുളം വടകരയിലെ സെൻറ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയിലെ അസിസ്റ്റന്റ് വികാരി തോമസ് ബാബു അച്ഛനോടുള്ള നന്ദി ഈ സമയം അറിയിക്കുന്നു. സഭാ ശുദ്ധീകരണത്തോടനുബന്ധിച്ച് നല്ല വചനങ്ങൾ പറഞ്ഞ് നമുക്ക് നല്ലൊരു ഉണർവും പുതുക്കവും പകർന്നു തരുവാൻ നമ്മുടെ ഈ മൂന്നച്ഛന്മാർക്കും സാധിച്ചിട്ടുണ്ട്. മൂന്നച്ഛന്മാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ഛന്മാർ പറഞ്ഞ വചനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ 100ഉം 1000ഉം മേനിയായി വിളയുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ. വചനവിരുന്നിന് ആശംസകൾ നേർന്ന നമ്മുടെ കേന്ദ്ര വുമൺസ് പ്രസിഡന്റ് സിസ്റ്റർ ജിൻസി ഓതോട്ടിൽ, കേന്ദ്ര വുമൺസ് സെക്രട്ടറി ഷിനു പവൽ, മാർ പത്രോസ് ലീഗ യൂത്ത് സെക്രട്ടറി ജോമോൻ ജോസഫ് എന്നിവരോടുള്ള നന്ദിയും ഈ സമയം അറിയിക്കുന്നു. നമ്മുടെ വചനവിരുന്നിൽ പാട്ടുകൾ പാടി നമുക്ക് നല്ല ഉണർവ് നൽകിയ മാർ പത്രോസ് ലീഗ കൊയർ ടീം, ജോസ്റ്റീന, ഐറിഷ, മജോഷ് എന്നിവരോടുള്ള നന്ദി ഈ സമയം അറിയിക്കുന്നു. നമ്മുടെ ഈ വചനവിരുന്നിനെ കോർഡിനേറ്റ് ചെയ്ത് എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന തിമത്യോസ് ഷമാശിനോടും ടെക്നിക്കൽ പരമായി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുള്ള ഫ്രെഡി ഡോൺ ഷമാശിനും കൽതായ മീഡിയയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും സഹകരിച്ച എൻ്റെ എല്ലാ സഹപ്രവർത്തകരോടുള്ള നന്ദിയും ഈ സമയം പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി മാർ പത്രോസ് ലീഗ വുമൺസ് യൂത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി പറയുന്നു. എല്ലാ സഭാവിശ്വാസികളോടുള്ള നന്ദിയും ഈ സമയം അറിയിക്കുന്നു. എല്ലാവർക്കും സഭാ ശുദ്ധീകരണ തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു. നന്ദി. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്നു ഞങ്ങളുടെ ദൈവ സ്വർഗസ്ഥ പിതാവ്. ഈ സന്ധ്യയെങ്കിൽ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് കൂടി വന്നിരിക്കുന്നുവല്ലോ. കൊറോണ എന്ന മഹാവ്യാധിയുടെ കാലത്ത് കർത്താവ് ഞങ്ങളെ തന്നെ ശുദ്ധിയുള്ളവരാക്കി തീർക്കുവാൻ അതീ സഭ ശുദ്ധീകരണ തിരുനാൾ കാലഘട്ടത്തിൽ കൂടി വന്നിരിക്കുന്നു. അതെ, സഭയെ ശുദ്ധമാക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങളെ കൂടെ ശുദ്ധരാക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുകയും അതിനായിട്ട് പ്രയത്നിക്കുകയും ചെയ്തുവല്ലോ. അതാ ഞങ്ങളാകുന്ന മന്ദിരങ്ങളെ ശരിയായിട്ടുള്ള വിശുദ്ധിയിൽ കൊണ്ട് നടക്കുവാനും വിശുദ്ധിയുള്ളവരായി തീരുവാനും ഞങ്ങളുടെ ഉള്ളങ്ങളിലുള്ള കറച്ചുളുക്കം, പക, അസൂയ, വഞ്ചന, ദോഷം എന്നിവയെല്ലാത്തിനും മാറ്റുവാൻ തക്കണം അങ്ങ് കൃപ ചെയ്യുമാറാകണമേ. അങ്ങനെ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ധ്യാനിക്കുവാൻ, അത് പ്രാവർത്തികമാക്കുവാൻ, അതിലൂടെ അനേകർ അവിടുത്തെ സ്നേഹവും കരുതലും മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാൻ ഞങ്ങളുടെ ഇടയായി വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ശക്തരും യോഗ്യരുമാക്കി തീർക്കുമാറാകണം. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവരെ ആമീൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നടത്തി പങ്കാവലും
നാമാവരോടും നാമോത്സവരാശികളോടും നമ്മെ കേൾക്കുന്നവരെല്ലാവരോടും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളോടും പ്രയത്നങ്ങളോടും കൂടെ ഇന്നും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആശ വഹുൽസ്വൻ വലാലം അൽമീൻ.